2 പതിറ്റാണ്ടോളം നീണ്ട പ്രയത്നത്തിനൊടുവിൽ താൻ പൂർത്തീകരിച്ച കഥയാണ് മാമാങ്കം. സിനിമാ ചിത്രീകരണം തുടങ്ങുന്നതിനു മുൻപ് തിരക്കഥയെ വലിയ രീതിയിൽ പുകഴ്ത്തിയ നിർമ്മാതാവ് ഒരു ഘട്ടമായപ്പോൾ അതിൽ ചില തിരുത്തലുകൾ വേണമെന്ന് വാശി പിടിക്കാൻ തുടങ്ങിയതോടെയാണ് തർക്കം ആരംഭിച്ചത്. താൻ ഒരു തിരക്കഥാകൃത്താണെന്നും തിരക്കഥ തന്റെ താൽപര്യങ്ങൾക്കനുസരിച്ച് മാറ്റിയെഴുതണമെന്നും നിർമ്മാതാവ് ആവശ്യപ്പെട്ടു. തനിക്ക് സമ്മതിക്കാനാകാത്ത വിധത്തിലുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ നിർദ്ദേശങ്ങൾ. ആ നിർദ്ദേശങ്ങൾ തന്റെ സ്ക്രിപ്റ്റിൽ ഉൾപ്പെടുത്തിയാൽ അത് സാമൂഹ്യ വിരുദ്ധമായ ഒരു സന്ദേശം നൽകുന്ന ചിത്രമാക്കി അതിനെ മാറ്റും. ഒരു കലാകാരനും അംഗീകരിക്കാനാകാത്ത ഈ പിടിവാശിയുടെ പേരിൽ ഞങ്ങൾ തമ്മിൽ ചില സന്ദർഭങ്ങളിൽ സംസാരമുണ്ടായിട്ടുണ്ട്. ആ സംസാരം അദ്ദേഹത്തിനുള്ളിൽ തനിക്കെതിരായ പക ജനിപ്പിച്ചു എന്നത് പിന്നീടാണ് അറിയുന്നത്. പിന്നെ ഒരു സ്ക്രിപ്റ്റ് തിരുത്തുക എന്നൊക്കെ വളരെ സ്വാഭാവികമായ സാധനമാണ്. അങ്ങനെ തിരുത്തണമെന്ന് എന്തോ ഒരു ബോധം അദ്ദേഹത്തിനുള്ളിൽ വന്നതായിരിക്കണം. അല്ലെങ്കിൽ കൂടെ എന്താ പറയുക, എന്താണ് അങ്ങനെ പല പല കാരണങ്ങളുണ്ടായിരിക്കണം. സ്ക്രിപ്റ്റ് ചെറുതാക്കുകയാണെങ്കിൽ എനിക്ക് പ്രശ്നമില്ല, എനിക്ക് എപ്പോഴും എളുപ്പമാണ്. കാരണം അത്രയും വലിയൊരു ആഖ്യാനം എൻ്റെ മനസ്സിലുണ്ട്. കൂട്ടാം, കുറയ്ക്കാം, അത് കാച്ചിക്കുറുക്കുക, അതിലൊന്നും ഒരു പ്രശ്നമില്ല. പക്ഷേ ഇതിൻ്റെ ക്യാരക്ടേഴ്സിനെ മാറ്റുക, കഥാഗതി മാറ്റുക, കഥാപാത്രങ്ങളെ മാറ്റുക, അങ്ങനെ വരുമ്പോൾ സ്ക്രിപ്റ്റ്, അതുപോലെ അതിൻ്റെ പശ്ചാത്തലം പൂർണ്ണമായിട്ട് മാറ്റുക, ക്ലൈമാക്സ് മാറ്റുക, ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയല്ല അത് രൂപപ്പെടുന്നത്. ഒരു തരത്തിലും മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരു തരത്തിലും ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു സിനിമയല്ല, എൻ്റെ തിരക്കഥയല്ല വരുന്നത്. അപ്പോൾ അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റും. ഞാൻ 10-15 വർഷമായിട്ട് എൻ്റെ ജീവൻ പോലെ കൊണ്ടുവരുന്ന ഒരു സാധനത്തിന് എനിക്ക് ഒന്ന് പിടിച്ചുവിടുമ്പോൾ എനിക്ക് പറ്റില്ല. അത് വെറും ഒരു ഫോമായിട്ട് അതിലുള്ള ചില സാധനങ്ങൾ മാത്രം നിർത്തിയിട്ട് അതിൻ്റെ സത്തയെ, അതിൻ്റെ ആത്മാവിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താണ് ആ സിനിമ ചെയ്തിട്ട് കാര്യം? സ്വാഭാവികമായി ഞാൻ എതിർത്തത്. എനിക്കൊരു വിധത്തിലും അംഗീകരിക്കാൻ പറ്റുമായിരുന്നില്ല സാധനം. അതാണ് ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ കാരണമായി വരുന്നത്. വിശ്വചരിത്രത്തിന്റെ സംഭവബഹുലമായ പശ്ചാത്തലത്തിൽ നമ്മുടെ സ്വന്തം നാടിന്റെ സവിശേഷമായ കഥയാണ് മാമാങ്കം പറയുന്നത്. ആ കഥാഗതിയിലും കഥാപാത്രങ്ങളിലും വരുത്താൻ നിർദ്ദേശിച്ച മാറ്റം താൻ നിരാകരിച്ചു. ഇതോടെ പ്രശ്നം രൂക്ഷമാവുകയും ഫെഫ്കയെ സമീപിക്കുകയും ചെയ്തു. തുടർന്നാണ് കഥ തിരുത്താനായി നിർമ്മാതാവ് 2 പേരെ നിയോഗിച്ചത്. അവരാവട്ടെ ആന്ധ്രാക്കാരും. അവർക്ക് നമ്മുടെ പാരമ്പര്യവുമായോ ചരിത്രവുമായോ യാതൊരു ബന്ധവുമില്ല. താൻ ജീവനായി കൊണ്ടുനടന്ന കഥയെ കീറിമുറിക്കുന്നത് സഹിക്കാൻ കഴിഞ്ഞില്ലെന്നും സജീവ് പിള്ള പറഞ്ഞു. ഈ തർക്കം തുടങ്ങിയ ഈ സ്ഥലത്തെയും അതുപോലെ ഒരു സെറ്റ് ഇടുന്നതിനെ കുറിച്ചിട്ടും സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടുമുള്ള ഈ തർക്കം തുടങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ, ഇത് മാമാങ്കമാണല്ലോ, മലയാളത്തിൻ്റെ ചരിത്രത്തിൽ നിൽക്കുന്ന ഒരു കഥയാണ്. നമ്മുടെ ഐതിഹ്യങ്ങളുമായിട്ടും നമ്മുടെ പുരാവൃത്തങ്ങളുമായിട്ടും നമ്മുടെ ചരിത്രവുമായിട്ടും പൂർണ്ണമായും കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ഒന്നാണ്. നമ്മുടെ മണ്ണിൽ ആഴത്തിൽ നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷേ അത് തിരുത്താനായിട്ട് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഒരാളിനെ കൊണ്ടുവരുന്നു. മലയാളമായിട്ട് അദ്ദേഹത്തിന് ഒരു ബന്ധവുമില്ല. പുള്ളി വന്നിട്ട് ഈ സ്ക്രിപ്റ്റ് തിരുത്തുകയാണ്. പിന്നെ വേറെ ഒരു അസോസിയേറ്റിനെ പുള്ളി ആന്ധ്രാപ്രദേശ് തെലുങ്കിലൊരു സിനിമയിലുള്ള ഒരാളിനെ കൊണ്ടുവന്നിരുന്നു. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ പ്രൊഡ്യൂസറുമായിട്ടിരുന്ന് സ്ക്രിപ്റ്റ് നിരന്തരം തിരുത്തുകയാണ്. ഫ്ലോ ചാർട്ടൊക്കെ വരച്ചിട്ടാണ് സ്ക്രിപ്റ്റ് തിരുത്തുന്നത്. എനിക്കാണെങ്കിൽ ഈ സ്ക്രിപ്റ്റിനെ കുറിച്ചിട്ടെന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ആഖ്യായിയുടെ എൻ്റെ മനസ്സിലുണ്ട്, ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് തരത്തിലുള്ള സ്വാതന്ത്ര്യം എടുത്ത് ഏത് തരത്തിലുള്ള മാറ്റം വരുത്താൻ വളരെ എളുപ്പമാണ്, വളരെ അനായാസമാണ്. പക്ഷേ എന്നെ അതിൽ പ്രവേശിപ്പിക്കുന്നില്ല ചർച്ചയിലേക്ക്. നിർമ്മാതാവും ഈ ആന്ധ്രക്കാരായിട്ടുള്ള ആൾക്കാരും കൂടെ ഇരുന്ന്, പിന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില വസ്തുക്കളാൾമാരും കൂടെ ഇരുന്നിട്ട് ഈ സ്ക്രിപ്റ്റ് തിരുത്തുകയാണ്. എനിക്കിങ്ങനെ സഹിക്കാൻ പറ്റുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത്. പക്ഷേ 30 കോടി മൂല്യമുള്ള ചിത്രത്തിന്റെ തിരക്കഥയ്ക്ക് വെറും 3 ലക്ഷം തന്ന് തന്നെ കബളിപ്പിക്കുകയും തന്നെ കൊണ്ട് അത് സംബന്ധിച്ച് ഒരു കരാറിൽ ഒപ്പുവെപ്പിക്കുകയും ചെയ്തു. പ്രോജക്ടിന്റെ വലുപ്പവും അതിനായുള്ള തന്റെ വർഷങ്ങൾ നീണ്ട കഠിനാധ്വാനവും കണക്കിലെടുക്കുമ്പോൾ നിലവിലെ ഇൻഡസ്ട്രി വഴക്കമനുസരിച്ചു പോലും 3 ലക്ഷം തുച്ഛമായ തുകയാണ്. അല്ലാതെ 3 ലക്ഷം രൂപ സമ്മതിച്ചതോടുകൂടി സ്ക്രിപ്റ്റും പ്രോജക്റ്റും തന്റേതായി എന്ന് നിർമ്മാതാവ് വാദിക്കുന്നത് ഏത് യുക്തിയിലാണെന്ന് തനിക്കറിയില്ലെന്നും സജീവ് പിള്ള വ്യക്തമാക്കി. Watching me on metromatney.com. On metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.